എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഡെയർ ടു ടോക്കിന്റെ 60ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതുപോലെ സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകളൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. അതിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഡിസ്കസ് ചെയ്യാനുള്ള വ്യക്തമായുള്ള ഒരു റീസണും കൂടിയുണ്ട്, നമുക്ക് പറയാം. എന്തായിട്ടും ഇത് ലേഡീസ് മസ്റ്റായിട്ട് കാണാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം എന്നുള്ള വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തന്നെ മനസ്സിലാവും. മസ്റ്റായിട്ട് കാണേണ്ടുന്ന ഒരു വീഡിയോ തന്നെയാണ്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പലതരത്തിലുള്ള മെസ്സേജുകൾ വരാറുണ്ട്. പേഴ്സണലായിട്ടുള്ള ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പലരും മെസ്സേജ് അയക്കാറുണ്ട്. ചിലതിനൊക്കെ ഞാൻ അത്യാവശ്യം നല്ല ചോദ്യങ്ങൾക്കെല്ലാം റിപ്ലൈ ചെയ്യാറുണ്ട്. അൺവാണ്ടഡ് എന്ന് തോന്നുന്നതിന് റിപ്ലൈ ചെയ്യാറുമില്ല. ഇപ്പോൾ സമീപകാലത്ത് എനിക്ക് അത്തരത്തിൽ വന്ന ഒരു മെസ്സേജാണ്, ഭാര്യയെ മറ്റൊരാളുമായിട്ട്, ഒരു സ്ട്രേഞ്ചറുമായിട്ട് ഷെയർ ചെയ്യുന്ന കാഴ്ചപ്പാട് അത് ശരിയാണോ എന്നൊക്കെ രീതിയിലുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അന്ന് ഞാനതൊരു മെസ്സേജിന് റിപ്ലൈ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നൊരു മെസ്സേജാണ്, റെഡ് സ്ട്രീറ്റ് ഉണ്ടോ, പൈസ കൊടുത്ത് സെക്സ് ചെയ്യുന്ന സ്ഥലം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കൊരു പയ്യൻ മെസ്സേജ് ഉണ്ടായിരുന്നു. അതിന് നമ്മൾ റിപ്ലൈ ചെയ്തില്ല. അങ്ങനെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇല്ലെങ്കിൽ അത്ര നല്ലതല്ല എന്ന് തോന്നുന്ന മെസ്സേജുകൾക്ക് ഞാൻ റിപ്ലൈ ചെയ്യാറില്ല എന്നുള്ളതാണ്. അന്ന് ആ ഒരു പയ്യൻ ആ ഒരു മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ വലിയ കാര്യത്തിലെടുത്തില്ല. പക്ഷേ അത് ഇന്ന് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള റീസൺ, ആ ഒരു ആളുടെ ഐഡൻറ്റിറ്റിയും കാര്യങ്ങളൊന്നും നമ്മളിവിടെ പറയുന്നില്ല, എങ്കിലും നമ്മളത് ചെയ്യാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഒരു ചാനൽ, ഒരു സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ചാനൽ, ഒരു സൈക്കോളജിസ്റ്റ് നടത്തുന്ന ഒരു ചാനൽ കണ്ടു. അതിൽ പലതരത്തിലുള്ള കേസ് സ്റ്റഡീസുകൾ, അവരുടെ അടുത്ത് വരുന്ന പല പേഷ്യൻറ്റിൻ്റെയും ഇല്ലെങ്കിൽ കൗൺസിലിങ്ങിന് വേണ്ടി വരുന്ന, പേഷ്യൻ്റ് എന്ന് പറയുന്നതിലുപരി ഒരു കൗൺസിലിങ്ങിന് വേണ്ടി വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെ വളരെ റെലവൻ്റ് ആയിട്ടുള്ള സ്റ്റോറീസുകൾ അവരതിൽ ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു സ്റ്റോറി ഞാൻ കേട്ടു. ഒരു ലേഡിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ദുരനുഭവമാണ് അതിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. അത് കേട്ട് കഴിഞ്ഞു. അതേപോലെ തന്നെ ഞാൻ ആലോചിച്ചൊരു കാര്യം, മുമ്പ് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ നടക്കുന്ന പല കാര്യങ്ങളെ പറ്റിയിട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലും സമാനമായിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ബേസ് ചെയ്ത് ആയപ്പോഴത്തേക്ക് എനിക്ക് തീർച്ചയായിട്ടും ചെയ്യണമെന്നായി. പിന്നെ ഞാനൊരു സൈക്കോളജിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്തു. അവൻ ഇത്തരത്തിൽ എന്തെങ്കിലും കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടോ, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു ഇതിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യം ഞാൻ ഈ ടോപ്പിക്ക് ചിന്തിച്ചപ്പോൾ എങ്ങനെ ഇത് അവതരിപ്പിക്കും, ഏത് രീതിയിൽ പറയണം എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. എനിവേ നമുക്ക് ആദ്യം തന്നെ നോക്കുന്നത് ആ ഒരു സൈക്കോളജിക്കൽ ചാനലിൽ ആ ഒരു കൗൺസിലിങ്ങിന് വേണ്ടി വന്ന ലേഡി പറഞ്ഞ കാര്യങ്ങൾ ആദ്യം തന്നെ നോക്കാം. സംഭവിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഭർത്താവ് പറയുകയാണ്, എനിക്ക് വയസ്സായിട്ടുള്ള ആളെയൊന്നും ഇപ്പോൾ അത്ര ഇഷ്ടപ്പെടുന്നില്ല അല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഭാര്യ ഒന്ന് ചിരിക്കുകയാണ് ചെയ്തത്. കാരണം ഭാര്യയും ഭർത്താവും അവർ തമ്മിൽ പലതരത്തിലുള്ള ജോക്സുകൾ, സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജോക്കുകൾ, കാര്യങ്ങളൊക്കെ അവരുടെ പ്രൈവറ്റ് സ്പേസുകളിൽ സംഭവിക്കുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. സോ ഈ ഒരു ജോക്കും കാര്യങ്ങളൊക്കെ അവിടെ നടന്നു. അപ്പോൾ ലേഡി അതൊരു തമാശയോട് കൂടിയിട്ട് മാത്രമാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് സംഭവിച്ചൊരു കാര്യം, ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ മറ്റൊരു പയ്യനുമായിട്ട്, ഒരു 24 വയസ്സുള്ള പയ്യനെയും കൂട്ടിയിട്ട് ഇയാൾ വരികയാണ് ചെയ്തത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അന്ന് രാത്രിക്ക് പിന്നെ ഭർത്താവിൻ്റെ നിർബന്ധത്തോട് കൂടിയിട്ട് ആ പയ്യൻ ലേഡിയുമായിട്ട് സംഭവിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നീട് പിറ്റേ ദിവസം ലേഡിയെ ക്രൂരമായിട്ട് ഭർത്താവ് തല്ലുന്ന സിറ്റുവേഷൻസും കാര്യങ്ങളും ഉണ്ടായി. ഇത് പലതവണ റിപ്പീറ്റഡ് ആവുകയും ചെയ്തു. ലേഡി പിന്നീട് റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. വീണ്ടും മറ്റൊരു പയ്യനെ കൊണ്ടുവരുന്നു. അപ്പോൾ കംപ്ലീറ്റ്ലി റെസിസ്റ്റ് ചെയ്തു, ഇത് നടക്കില്ല എന്ന രീതിയിൽ പറഞ്ഞു. പിന്നീട് ക്രൂരമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അവർ ഡിപ്രഷനിലോട്ട് പോവുകയും ഈ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് എത്തുകയും ചെയ്തതെന്നുള്ളതാണ്. അപ്പോൾ അതൊരു വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയത്. ഇത് ഒറ്റപ്പെട്ട സംഭവം അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സൈക്കോളജിസ്റ്റ് ആ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നത്. വളരെ ശരിയാണ്, ഇത് ഒറ്റപ്പെട്ട സംഭവമായിരിക്കാൻ ഒരു സാധ്യതയുമില്ല. നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിന് നടക്കുന്ന ഒരുപാട് സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റി, ഇപ്പോൾ ചൈൽഡ് പോണോഗ്രഫി, അത് ഇതെന്നെല്ലാം പറഞ്ഞ കാര്യങ്ങൾ ഷെയർ ചെയ്യപ്പെടുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഭാര്യയുടെയും ഇല്ലെങ്കിൽ സഹോദരിയുടെയും സഹോദരൻ്റെയും കൂട്ടുകാരുടെയും ഒക്കെ ഫോട്ടോസുകൾ ഷെയർ ചെയ്തുകൊണ്ട് സെക്സ് ചാറ്റ് നടത്തിക്കൊണ്ട് എൻജോയ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ടീമാണ് ഭർത്താക്കന്മാർ ഭാര്യമാരുടെ ഫോട്ടോ ഷെയർ ചെയ്തിട്ട് മറ്റൊരാൾ വൾഗർ കമൻ്റ് അടിക്കുന്നത് കണ്ടിട്ട് സെക്ച്വലി ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ നേടുന്ന ഒരുപാട് ടെൻഡൻസിയുള്ള ആൾക്കാരെ നമുക്ക് ഇത്തരം ഗ്രൂപ്പുകളിൽ പലയിടങ്ങളായിട്ട് കാണാൻ പറ്റും. അതിന് തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അത് കോക്ലൗഡ് ഹസ്ബൻഡ് എന്നോ അങ്ങനെ എന്തൊക്കെ അതിന് പേരും കാര്യങ്ങളൊക്കെ പറയും. അത്തരത്തിലുള്ള കാറ്റഗറീസ് ഓഫ് വീഡിയോസുകൾ പോൺ വെബ്സൈറ്റുകളിലും അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പോൺ വെബ്സൈറ്റുകൾ ഈ കോക്ലൗഡ് ഹസ്ബൻഡ് എന്ന രീതിയിൽ, അത് ഭാര്യ മറ്റൊരു സ്ട്രേഞ്ചറുമായിട്ട് സെക്സ് ചെയ്യുന്ന കണ്ടിട്ട് സെക്ഷൽ ഉദ്ദീപനം കിട്ടുന്ന ഒരു ടെൻഡൻസി ഉള്ള ആൾക്കാർ. സോ ഇങ്ങനെയുള്ള കാറ്റഗറി പോൺ വീഡിയോ വെബ്സൈറ്റുകളിലുണ്ട്, റിയാലിറ്റിയിൽ സംഭവിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇങ്ങനെയുള്ള കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വളരെ നഗ്നമായിട്ടുള്ള കാര്യം എന്നുള്ളത്. അപ്പോൾ ആ ലേഡി കൗൺസിലിങ്ങിന് വേണ്ടി വന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഭർത്താവ് തന്നെയാണ് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഭാര്യ ഈ ഒരു കാര്യം സൈക്കോളജിസ്റ്റിനോട് ഷെയർ ചെയ്തു എന്ന് കണ്ടോടും ഭർത്താവ് പിന്നീട് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നിട്ടില്ല എന്നാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നത് എന്നുള്ളതാണ്.
അപ്പോൾ ഇത് കേട്ടപ്പം അതിൻ്റെ ഒരു റെലവൻസ് മനസ്സിലായി, ടെലിഗ്രാമിനെ എല്ലാം നമ്മൾ ചിന്തിച്ചപ്പോഴാണ് ഇതിനെപ്പറ്റി സംസാരിക്കാൻ തോന്നി. ഈ ഒരു ടോപ്പിക്ക് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു സൈക്കോളജിസ്റ്റുമായിട്ട്, എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള സൈക്കോളജിസ്റ്റ് സംഗീത് എന്നാണ് അവൻ്റെ പേര്, അവനുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അവൻ ഇത് സമാനമായിട്ടുള്ള എന്തെങ്കിലും കേസുകൾ വന്നോ എന്നുള്ളതാണ് ഞാൻ ആദ്യം അന്വേഷിച്ചൊരു കാര്യം. അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം, സമാനമായിട്ടുള്ളൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് വ്യത്യാസമുണ്ട്. അവിടെ ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലോട്ട് കടന്നു ചെന്ന പയ്യനാണ് കൗൺസിലിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പയ്യൻ പറഞ്ഞൊരു കാര്യം, പയ്യൻ ഒരു ബൈസെക്ഷൽ പേഴ്സൺ ആണ്, അതായത് ആണിനോടും പെണ്ണിനോടും താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ ഒരു 40 വയസ്സൊക്കെയുള്ള ആ ഒരു കപ്പിൾസിലെ ആണിന് 40 വയസ്സോളം ഉണ്ട്. അപ്പോൾ അയാളെ പരിചയപ്പെടുന്നു. അപ്പോൾ അയാളും ഒരു ബൈസെക്ഷൽ ക്യാരക്ടറുള്ള ആളാണ്, ആണിനോടും പെണ്ണിനോടും താല്പര്യമുണ്ട്. സോ ഇവർ തമ്മിൽ ഈ ഒരു പേഴ്സൺ ഈ പയ്യനെയും കൂട്ടിയിട്ട് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഭാര്യയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഭാര്യ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ തമ്മിൽ സെക്സ് നടന്നു. ഈ പയ്യനും ആ പെർട്ടിക്കുലർ ആളും തമ്മിൽ, ആ 40 വയസ്സുള്ള ആളും തമ്മിൽ സെക്സ് നടന്നു. അതിനുശേഷം പിന്നെ അന്ന് രാത്രിയിൽ തന്നെ ഭാര്യയുമായിട്ട് ചെയ്യാനും അയാൾ പ്രേരിപ്പിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഇയാൾ എൻജോയ് ചെയ്യുകയായിരുന്നു, മാസ്റ്റർബേറ്റ് ചെയ്യുകയായിരുന്നു, അങ്ങനെയാണ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള വീഡിയോസുകളാണ് പോൺ വെബ്സൈറ്റുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അവൻ ഈ ഭാര്യയുമായിട്ട് ഇങ്ങനെ ഇയാൾ ചെയ്യാൻ പറയും, അങ്ങനെയൊന്നും അവന് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ അവന് മാനസികമായിട്ട് ചെറിയ വിഷമങ്ങളും കാര്യങ്ങളും വന്നു, ചെറിയ ഡിപ്രഷൻ വന്നു. അങ്ങനെയാണ് കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് അത്ഭുതപ്പെടാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതാണ്. അതിൽ ഇത്തരത്തിലുള്ള ഭാര്യ ഭർത്താക്കന്മാരെ തേടി നടക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ അടിമകളെ പോലെ നമ്മൾ ചെയ്തു തരാമെന്ന് പറഞ്ഞ് നടക്കുന്ന ആൺകുട്ടികളുണ്ട്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരെ തേടുന്ന ഭർത്താക്കന്മാരെയും നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഗ്രൂപ്പുകളിൽ. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ പറ്റില്ല. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ സംഭവം, അതായത് ആ സൈക്കോളജിസ്റ്റ് ഫസ്റ്റ് ഷെയർ ചെയ്ത ആ ഒരു കഥയിൽ ശരിക്കും പറഞ്ഞാൽ ലേഡിയുടെ കൺസെൻറ്റോട് കൂടിയിട്ടല്ല ആ കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യത്തിൽ അവിടെ ഒരു ചെറിയൊരു തിരുത്തുണ്ട്. അവിടെ ആ ഒരു പയ്യനെ കൊണ്ടുവന്നത് ഭർത്താവാണെങ്കിലും അവിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്തൊരു കൺസെൻറ്റോട് കൂടിയിട്ടാണ് അവിടെ വർക്കൗട്ട് ചെയ്തതെന്നുള്ളതാണ്. അവിടെ ഒരു റേപ്പ് അറ്റംപ്റ്റ് എന്ന രീതിയിൽ പറയാൻ പറ്റില്ല. ഫസ്റ്റ് കേസിൽ അവിടെ ഭർത്താവ് ഭാര്യയുടെ അനുമതിയൊന്നും ചോദിക്കാതെ ഒരു സ്ട്രേഞ്ചറിനെ കൊണ്ടുവന്ന് നിർബന്ധപൂർവ്വം ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു റേപ്പ് ആണ്, അല്ലെങ്കിൽ ഒരു പീഡനമാണ് എന്നുള്ളത് നമുക്ക് പക്കായിട്ട് പറയാൻ പറ്റും. അത് കേസൊക്കെ കൊടുക്കേണ്ടുന്ന, ഒരു കൃത്യമായിട്ട് റെസിസ്റ്റ് ചെയ്യേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ്. ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ ഒരു വിഷയത്തിൽ എന്താണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വിത്ത് കൺസെൻറ്റ്, ഇപ്പം ഭാര്യ ഓക്കെയാണ്, ഭർത്താവ് ഓക്കെയാണ്, ഒരു സ്ട്രേഞ്ചർ വരുന്ന അയാൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൈവറ്റ് സ്പേസിൽ അവരെന്ത് കാട്ടിയാലും അത് എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇൻ്റർഫിയർ ചെയ്യാനൊന്നും സാധിക്കില്ല. അത് അവരുടെ ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള 3 പേര്, ഭാര്യയും ഭർത്താവും വേറൊരാളും ആണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നേരെ മറിച്ച് ഒരു ചെറിയ പയ്യനാണ് അവിടെ ഉള്ളത്, പ്രായപൂർത്തിയാവാത്ത ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ ചെയ്യണം. കാരണം അത് വയസ്സ് താഴെയുള്ള ഒരു പോക്സോ ആ രീതിയിലോട്ടുള്ള കാര്യം വരുമല്ലോ. അല്ലാത്ത പക്ഷം എനിക്ക് അതിലൊന്നും പറയാനില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന കൺസെൻറ്റോട് കൂടിയിട്ടാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യുന്നവരോട് പറയാനുള്ളത്, ചുറ്റിലുള്ള അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട മക്കളാണെന്നുണ്ടെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും അവർ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയേണ്ടി വരും എന്നുള്ളതാണ്. അതിലെനിക്ക് പറയാനില്ല. പക്ഷേ സെക്കൻഡ് കേസിലുള്ള കാര്യമാണ് എനിക്ക് മെയിനായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, കൺസെൻറ്റ് എന്ന് പറയുന്ന സംഭവം. കൺസെൻ്റ് ഇല്ലാതെ നടക്കുന്നത് യഥാർത്ഥത്തിൽ പക്കാ പീഡനമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. ലേഡീസിന് ഇത്തരം ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആരോട് ഷെയർ ചെയ്യും, എങ്ങനെ റെസ്റ്റ് ചെയ്യും എന്നറിയാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. ആ ഒരു സൈക്കോളജിസ്റ്റ് അതിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ആ ലേഡിക്ക് അങ്ങനെ ഒരു ഒരിക്കലും മനസ്സ് ചിന്തിക്കാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യണം, നോ പറയേണ്ട കാര്യമോ ഒരു ബോധവും ഐഡിയയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ സിറ്റുവേഷനിൽ ഒരുപാട് ലേഡീസ് ഉണ്ടാവും. ഇപ്പോൾ സെക്സ് റിലേറ്റഡ് ആയിട്ടൊരു പ്രശ്നം വരുമ്പോൾ ഒരാളോട് ഷെയർ ചെയ്യാനോ ചോദിക്കാനുള്ള ധൈര്യം നമ്മുടെ സമൂഹത്തിൽ പലർക്കും ഇല്ല. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഇല്ല എന്നുള്ളതാണ് വളരെ നഗ്നമായ സത്യം. പിന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ലേഡിയുടെ കേസിൽ ഇത് ഞാൻ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും, എൻ്റെ ലൈഫ് നാളെ എന്താവും, ഭർത്താവ് തന്നെയാണ് ഇതിന് കൂട്ടു നിൽക്കുന്നതെന്ന് കൂടി ആലോചിച്ച് നോക്കണം. അപ്പം വല്ലാത്തൊരു മാനസികാവസ്ഥയിലോട്ട് അവർ പോവുകയും ഡിപ്രഷനിലോട്ട് പോവുകയും ചിലപ്പോൾ ആത്മഹത്യ തന്നെ ചെയ്തെന്ന് വരാം. ഞാൻ പറയുകയാണ്, അങ്ങനെയുള്ള പല സിറ്റുവേഷനിലോട്ടും വഴുതി പോകുന്ന ഒരുപാട് ലേഡീസുകളുണ്ട്. നമ്മൾ അറിയുന്നില്ല, പലതും നമ്മൾ പുറത്തറിയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഭർത്താവ് കൂടി അവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അത് പതിയെ അവരൊരു പീഡനം സഹിച്ച് ജീവിതാവസാനം വരെ അങ്ങനെ കടന്നു പോകുന്ന ഒരുപാടധികം പേരുണ്ട് എന്നുള്ളതാണ് വളരെ സത്യമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് എനിക്ക് ഓരോ പെൺകുട്ടികളോടും പറയാനുള്ള കാര്യം, ലൈഫിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസുകൾ വരാം. അതായത് മാരേജിന് ശേഷമാണെന്നുണ്ടെങ്കിലും മുമ്പാണെന്നുണ്ടെങ്കിലും പലതരത്തിലുള്ള നെഗറ്റീവ് ഇൻസിഡൻസുകൾ ഈ സമൂഹത്തിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായിട്ട് നോ പറയേണ്ടടുത്ത് നോ പറയാനുള്ള ഗട്സ് കാണിക്കണം എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് റെസിസ്റ്റ് ചെയ്യേണ്ടത് ആരുടെ അടിമയല്ല, അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ആരും ആരുടെ അടിമയല്ല. ഇപ്പോൾ ഒരു പാർട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഭാര്യ ബന്ധമാണെന്നുണ്ടെങ്കിൽ പോലും അവിടെ ഭാര്യ ഭർത്താവിൻ്റെ അടിമയിലെ, ഭർത്താവ് ഭാര്യയുടെ അടിമയല്ല. അതൊരു പാർട്ണർഷിപ്പാണ്, ഒരുമിച്ചൊരു തോണിയിൽ ഒരു യാത്രയാണ് ഇത് ശരിക്കും ലൈഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ആരും ആരുടെ അടിമയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നിർബന്ധപൂർവ്വം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും റെസിസ്റ്റ് ചെയ്യാൻ, നോ പറയേണ്ടടുത്ത് നോ പറയാനുള്ള ഗഡ്സ് ലേഡീസ് കാണിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ലേഡീസ് ഈ വീഡിയോ മസ്റ്റായിട്ട് കാണണം. കാരണം ഇങ്ങനൊരു സിറ്റുവേഷൻ വരാം. ഈ വീഡിയോ കാണുന്ന ലേഡീസിന് ഇവ വന്നുകൂടായൊന്നുമില്ല, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ ഏത് രീതിയിലുള്ള ഒരാളാണെന്നുള്ളത് നമ്മൾ ആ ഒരു പ്രൈവറ്റ് സ്പേസിലോട്ട്
എത്തുമ്പോൾ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒറ്റ നോട്ടത്തിലൊന്നും നമുക്ക് ആരെയും തിരിച്ചറിയാൻ സാധിക്കില്ല. സോ നെഗറ്റീവായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യാനുള്ള ഒരു കാലിബർ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം, പറ്റണം. നോ പറയേണ്ട അടുത്ത് നോ പറയണം, റെസിസ്റ്റ് ചെയ്യേണ്ടടുത്ത് റെസിസ്റ്റ് ചെയ്യണം. ട്രസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ കണ്ട് വയ്ക്കണം. തീർച്ചയായിട്ടും ഇപ്പോൾ എന്നോട് പലതരത്തിലുള്ള വിഷമങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ രക്ഷിതാക്കളോടാണെന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ സഹോദരൻ സഹോദരി ഇല്ലെങ്കിൽ ഫ്രണ്ട് ആരെങ്കിലും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളോടെങ്കിൽ പറയുകയും ആ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് റിയാക്ട് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഇനി കൺക്ലൂഡ് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടി, ഞാൻ ആ സൈക്കോളജിസ്റ്റിനോട് ചോദിച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു പ്രശ്നം, ഇപ്പോൾ ഈ ഒരു പ്രശ്നം മാത്രമല്ല, സാഡിസ്റ്റ് മനോഭാവം ഉള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ പാർട്ണറിനെ ക്രൂരമായി ഉപദ്രവിക്കുന്ന അങ്ങനെയുള്ള സിറ്റുവേഷൻസുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കേസിലും ലേഡീസ് റിയാക്ട് ചെയ്യണം കേട്ടോ. കാരണം അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും. കാരണം പാർട്ണറിനെ ഉപദ്രവിച്ചുകൊണ്ട് സാറ്റിസ്ഫാക്ഷൻ നേടുക, അതൊരു തരം സെക്ഷൽ പെർവേർഷൻ, സെക്ഷൽ ഡീവിയേഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയുള്ള കേസസും ഉണ്ട്. അപ്പോൾ റിയാക്ട് ചെയ്യേണ്ടത് അതുപോലെ പലതരത്തിൽ പെർവേർഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ റിയാക്ട് ചെയ്യേണ്ടത് റിയാക്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളോട് റിയാക്ട് ചെയ്തേ മതിയാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ടെൻഡൻസി ഉള്ള ഒരു പേഴ്സൺ ആണെന്ന് കരുതുക. അവർക്ക് സ്വയം ഇത് തിരുത്തണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിച്ച് കഴിഞ്ഞാൽ, കൗൺസിലിങ്ങുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ തീർച്ചയായിട്ടും സാധ്യമാവുന്നതാണ്. എന്നിട്ട് നോക്കിയാവുന്നില്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റ് വിഭാഗത്തിലുള്ള ഡോക്ടറെ കാണുക. അതിനനുസരിച്ച് സൊല്യൂഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. ചിലർക്ക് ചില വിഷമങ്ങൾ ഇപ്പം മനസ്സുകൊണ്ട് അങ്ങനെ പലതും തോന്നുന്നുണ്ടാവും, പക്ഷേ അവർ ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല, പക്ഷേ വല്ലാത്തൊരു ഡിപ്രഷനിലോട്ട് വീഴുന്ന ആൾക്കാരുണ്ടാവും. സോ അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ, അത് സോൾവ് ചെയ്യണമെന്ന് തിങ്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് അതിനുള്ള സൊല്യൂഷൻസും ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഒരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ചിട്ട് മൂവ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നോ പറയേണ്ടടുത്ത് നോ പറയുക, അതുപോലെ ഇത് ട്രീറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ ഒഴിവാക്കണമെന്ന് തോന്നുന്നവരെ സംബന്ധിച്ച് ആ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് കൗൺസിലിംഗ് കാര്യങ്ങളും അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. എങ്ങനെയാണ് ആ ചിന്താഗതി നിങ്ങൾക്ക് വന്നത് അതെല്ലാം തുടച്ചു നീക്കാനും ഇല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു സപ്പോർട്ട് മോട്ടിവേഷൻ നിങ്ങൾക്ക് തരാനും അവരെ കൊണ്ട് സാധിക്കും എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, അതുകൊണ്ടാണ് നമ്മളിത് വീഡിയോ ചെയ്യാൻ കാരണം ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ അത്രമാത്രം മെസ്സേജുകൾ അന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളതിനെപ്പറ്റി സ്ക്രീൻ റെക്കോർഡിംഗ് ഒക്കെ വെച്ച് മുമ്പ് ഒരു വീഡിയോയിൽ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഡയർ ടു ടോക്ക് ചെയ്യുമ്പോഴല്ല, അതിന് മുമ്പേ നമ്മൾ ചെയ്ത വീഡിയോയിലാണ് അത് ഉണ്ടായിരുന്നത്. ആ വീഡിയോ ഇപ്പോൾ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടിട്ടില്ല. നമ്മൾ ഡയർ ടു ടോക്കാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. കാര്യങ്ങളെ പക്വതയോടുകൂടിയിട്ട് ഇല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഡീൽ ചെയ്യാൻ ശ്രമിക്കുക. നോ പറയേണ്ടടുത്ത് നോ പറയുക എന്നുള്ളതാണ് നമുക്ക് അവസാനം പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ റെലവൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഒരു നല്ലൊരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടത്താൻ ശ്രമിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ ഇല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ പറയുമ്പോൾ നമ്മുടെ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് സോൾവ് ആവും കാര്യങ്ങൾ. അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ ഫോളോ ചെയ്യുക. നിതിൻ്റെ നിരപ്പിലെന്ന് തന്നെയാണ് ഐഡിയ എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്രയും തന്നെ ഉള്ളൂ. എന്തെങ്കിലും തരത്തിലുള്ള ടോപ്പിക് ഐഡിയാസ് ഉണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും നമ്മൾ അതൊക്കെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. തുടർന്ന് വീഡിയോസാണ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ പറ്റുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ഇറ്റ്സ് മീ നിതിൻ രാജ്. ടാറ്റ.